ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് പി മീഡിയയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് വാട്സാപ്പിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വോയിസ് മെസ്സേജാണ് ജിയോ സിമ്മിനെ കുറിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിക്കൊണ്ട് നിങ്ങളെല്ലാവരും മൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് ഇവയെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും ലഭിക്കാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ എസ് ബി മീഡിയ എന്ന ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ജിയോ സിമ്മിൻ്റെ ടേം ആൻഡ് കണ്ടീഷൻ വായിക്കുകയുണ്ടായി. അതിനകത്ത് ഇങ്ങനൊരു കാര്യം തന്നെ പറയുന്നില്ല. ആ മെസ്സേജ് ഫേക്ക് ന്യൂസ് ആണ്. അത് ആരും തന്നെ ഷെയർ ചെയ്യരുത്. അതായത് ആദ്യം ജിയോ സിം ഇറങ്ങുന്ന സമയത്ത് ഈ ഓഫർ സാംസങ് ഫോണിന് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. അപ്പോൾ സാംസങ് ഫോൺ ആണ് എന്ന് ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയാണ് അവർ IMEI നമ്പർ വാങ്ങിയിരുന്നത്. ആ സന്ദേശത്തിൽ പറയുന്നത് പോലെ IMEI നമ്പറിൽ ആ സിമ്മ് മാത്രമേ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ, ഇനി വേറെ സിമ്മ് ആ ഫോണിൽ ഇടാൻ സാധ്യമല്ല എന്നെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം തികച്ചും ഫേക്കാണ്. ഇപ്പോൾ ജിയോ സിമ്മിൽ IMEI നമ്പർ ചോദിക്കുന്നില്ല. ഇപ്പോൾ ആ ഓഫർ വന്നിട്ട് എല്ലാ സ്മാർട്ട് ഫോണുകളിലും, എല്ലാ 4G സ്മാർട്ട് ഫോണുകൾക്കും ലഭ്യമാണ്. അതുകൊണ്ട് IMEI നമ്പർ ഇപ്പോൾ ചോദിക്കുന്നില്ല. വാട്സാപ്പിനകത്ത് നിങ്ങൾക്കൊരു മെസ്സേജ് വന്നാൽ അത് എന്ത് സന്ദേശമായിക്കോട്ടെ, അത് 100% നിങ്ങൾക്കത് സത്യമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് ഷെയർ ചെയ്യാവൂ. അതല്ലാതെ നിങ്ങൾ ഷെയർ ചെയ്യുന്ന മെസ്സേജുകൾ വലിയ ആപത്തുകൾ തന്നെ നമുക്ക് സൃഷ്ടിക്കുന്നതാണ്. പലരുടെയും ജീവിതം തന്നെ ഇല്ലാതാവാൻ ഒരു കാരണമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്ത് സന്ദേശമായാലും വാട്സാപ്പിനകത്തായാലും ഫേസ്ബുക്കിനകത്തായാലും നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾക്കത് ഉറപ്പ് വരുത്തിയതിനു ശേഷം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ ആ എഴുതിയിരിക്കുന്ന കണ്ടന്റ് അത് ഉള്ളതാണ് എന്ന് നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക. അല്ലാതെ നിങ്ങൾ ആരും തന്നെ ഒരു കണ്ടന്റ് ഷെയർ ചെയ്യരുത്. നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് മറ്റു സുഹൃത്തുക്കളിലും എത്തിക്കുക. ഇതുപോലുള്ള പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.